ഹായ് എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ സിലബസ് വൈസ് പോവാണ്. അപ്പോൾ അതിൽ ഭരണഘടനയിൽ ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും എന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക് പൗരത്വത്തെക്കുറിച്ച് നോക്കാം. പൗരത്വം ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2ആണ്. ആർട്ടിക്കിൾ 5 to 11. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2, ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 5 to 11. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വമാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വമാണ്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അടുത്ത പോയിന്റ്, ഏക പൗരത്വമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഏക പൗരത്വമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യയിൽ ഏക പൗരത്വമാണുള്ളത്. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 1955-ലാണ്. ഇന്ത്യയിലെ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 1955-ലാണ്. ഇരട്ട പൗരത്വമുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് അമേരിക്ക, സ്വിറ്റ്സർലൻഡ്. അവിടെയൊക്കെ ഇരട്ട പൗരത്വമാണ്. സംസ്ഥാന രാജ്യ പൗരത്വമാണുള്ളത്. ഒന്ന് സംസ്ഥാനത്തിലും ഒരു രാജ്യത്തിനും ആണ് പൗരത്വം അവിടെ നൽകുന്നത്. അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലൊക്കെ ഇരട്ട പൗരത്വമാണ്. ഇന്ത്യയിൽ ഏക പൗരത്വമാണ്. ഇന്ത്യ ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യൻ കടമെടുത്തിരിക്കുന്നത് എവിടുന്ന? ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വമാണ്. കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. പിന്നെ ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 1955-ലാണ്. ഇരട്ട പൗരത്വമുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് അമേരിക്ക, സ്വിറ്റ്സർലൻഡ്. അവിടെ എങ്ങനെ സ്റ്റേറ്റിനൊരു പൗരത്വവും രാജ്യത്തിനൊരു പൗരത്വമാണുള്ളത്. അങ്ങനെ 2 പൗരത്വമാണുള്ളത്. അടുത്ത പോയിന്റ്, ആർട്ടിക്കിൾ 11 എന്താണ് പറയുന്നത്? പൗരത്വം ഏറ്റെടുക്കലും റദ്ദാക്കലും സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും വ്യവസ്ഥയുണ്ടാക്കാനുള്ള അധികാരം പാർലമെൻറ്റിനായിരിക്കും. ആർട്ടിക്കിൾ 11 എന്താ പറയുന്നത്? പൗരത്വം ഏറ്റെടുക്കാനും റദ്ദാക്കലും സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യവസ്ഥ ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റ് മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. പൗരത്വം ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2ആണ്. ആർട്ടിക്കിൾ ഏതാണ്? 5 മുതൽ 11 വരെയാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വമാണ്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. അടുത്ത പോയിന്റ്, ഏക പൗരത്വമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണ്? 1955-ലാണ് ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്. 1955-ലാണ് ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്. അടുത്ത പോയിന്റ്, ഇരട്ട പൗരത്വമുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് അമേരിക്കയും സ്വിറ്റ്സർലൻഡും ഒക്കെ. അവിടെ എങ്ങനെയാണ്? സ്റ്റേറ്റിനൊരു പൗരത്വവും കൺട്രിക്ക് ഒരു പൗരത്വമാണ്. അങ്ങനെ ടോട്ടൽ 2 പൗരത്വമാണുള്ളത്. ഇരട്ട പൗരത്വമുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് അമേരിക്കയും സ്വിറ്റ്സർലൻഡും ഒക്കെ. അടുത്ത പോയിന്റ്, ആർട്ടിക്കിൾ 11 എന്താ പറയുന്നത്? 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 11. അതിലെന്താ പറയുന്നത്? പൗരത്വം ഏറ്റെടുക്കലും റദ്ദാക്കലും സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും വ്യവസ്ഥ ഉണ്ടാക്കാനുള്ള അധികാരം പാർലമെൻറ്റിന് മാത്രമാണുള്ളത്. പൗരത്വം ഏറ്റെടുക്കലും റദ്ദാക്കലും സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും വ്യവസ്ഥയുണ്ടാക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ചത് ആരാണ്? LM സിംഗ്വി കമ്മിറ്റിയാണ്. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ചത് LM സിംഗ്വി കമ്മിറ്റിയാണ്. പൗരത്വത്തെ 2ആയിട്ട് തരംതിരിക്കാം. എങ്ങനെ? സ്വാഭാവിക പൗരത്വമെന്നും ആർജിത പൗരത്വമെന്നും. സ്വാഭാവിക പൗരത്വം, ആർജിത പൗരത്വം എന്ന് പൗരത്വത്തെ 2ആയി തരംതിരിക്കാം. സ്വാഭാവിക പൗരത്വം എന്താണ്? ഒരു പൗരന് ജന്മനാ ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം. സ്വാഭാവിക പൗരത്വം എങ്ങനെയാണ്? ഒരു പൗരന് ജന്മനാ ലഭിക്കുന്നതാണ് സ്വാഭാവിക പൗരത്വം. അടുത്ത പോയിന്റ്, ആർജിത പൗരത്വം. ഒരു രാജ്യത്തെ നിയമ നടപടികളിലൂടെ ഒരാൾ നേടിയെടുക്കുന്നതാണ് ആർജിത പൗരത്വം. ഒരു രാജ്യത്തെ നിയമ നടപടികളിലൂടെ ഒരാൾ നേടിയെടുക്കുന്നതാണെന്ത്? ആർജിത പൗരത്വം.
പൗരത്വത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സ്വാഭാവികവും ഒന്ന് ആർജിതവും. ഒന്ന് സ്വാഭാവികത്തിൽ എങ്ങനെയാണ് പൗരൻ ജന്മന ലഭിക്കുന്നതും, ആർജിതം രാജ്യത്തെ നിയമ നടപടികളിലൂടെയൊക്കെ പോയിട്ട് നേടിയെടുക്കുന്നതാണ് ആർജിത പൗരത്വം. അടുത്ത പോയിന്റ് എന്താണ്? ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളെ കുറിച്ചാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ എന്തൊക്കെയാണ്? വോട്ട് ചെയ്യാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശമൊക്കെ ആർക്കാണ്? ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ? വോട്ട് ചെയ്യാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം ഒക്കെ ആർക്കാണ്? ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ലഭിക്കുന്നത്. അപ്പോൾ അടുത്ത പോയിന്റ്, ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം. ഒരു രാഷ്ട്രത്തിലെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞത് ആരാ? അരിസ്റ്റോട്ടിലാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം ആരാണ് നിർദ്ദേശിച്ചത്? LM സിംഗ്വി കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ചത്. പൗരത്വത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സ്വാഭാവിക പൗരത്വം, ഒന്ന് ആർജിത പൗരത്വം. സ്വാഭാവിക പൗരത്വത്തിൽ എങ്ങനെ? ഒരു പൗരത്വത്തിൽ ഒരു പൗരന് ജന്മനാ ലഭിക്കുന്നതാണ് സ്വാഭാവിക പൗരത്വം. ആർജിത പൗരത്വം എങ്ങനെ? ഒരു രാജ്യത്തെ നിയമ നടപടികളിലൂടെ ഒരാൾ നേടിയെടുക്കുന്നതാണ് ആർജിത പൗരത്വം. അടുത്ത പോയിന്റ്, ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വോട്ട് ചെയ്യാനുള്ള അവകാശം, രണ്ടാമത്തെ എന്താ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, 3 ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, 4 സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, 5 ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം. അങ്ങനെ 5 തരത്തിലുള്ള അവകാശങ്ങൾ എന്താണ് ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ അവകാശങ്ങളാണ് ഇവ 5 കേട്ടോ. അടുത്ത പോയിന്റ്, ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞത് ആരാണ്? അരിസ്റ്റോട്ടിലാണ് പറഞ്ഞത്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് എത്ര രീതിയിൽ പൗരത്വം ലഭിക്കുന്നു? 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് പൗരത്വം ലഭിക്കും. ഏതൊക്കെയാണ് ആ 5 എണ്ണം? ഒന്ന് ജന്മസിദ്ധമായ പൗരത്വം, ബൈ ബർത്ത്. 2 പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, ബൈ ഡിസെൻറ്റ്. 3 രജിസ്ട്രേഷൻ മുഖാന്തരം, ബൈ രജിസ്ട്രേഷൻ. 4 ചിരകാലവാസം മുഖേന, ബൈ നാച്ചുറലൈസേഷൻ. 5 എങ്ങനെയാണ്? പ്രാദേശിക സംയോജനം മൂലം, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. ഇങ്ങനെ 5 തരത്തിൽ ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കും. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ജന്മസിദ്ധമായ പൗരത്വം 1, 2 പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, ബൈ ഡിസെൻറ്റ്. 3 രജിസ്ട്രേഷൻ മുഖാന്തരം, ബൈ രജിസ്ട്രേഷൻ. അപ്പോൾ ഇങ്ങനെ രജിസ്ട്രേഷൻ മുഖാന്തരം ആർക്കൊക്കെ കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം. എങ്ങനെയാണ് രജിസ്ട്രേഷൻ മുഖാന്തരം കിട്ടുകയെന്ന് വെച്ചാൽ, ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് രജിസ്ട്രേഷൻ വഴിയാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് രജിസ്ട്രേഷൻ വഴിയാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത്. അടുത്ത പോയിന്റ്, സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് രജിസ്ട്രേഷൻ വഴിയാണ്. സോണിയാഗാന്ധി ഇറ്റലിക്കാരിയാണ് നമുക്കറിയാം. അപ്പോൾ അവർക്ക് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയത് എങ്ങനെയാണ്? ഇന്ത്യൻ പൗരത്വം കിട്ടിയത് എങ്ങനെയാണ്? രജിസ്ട്രേഷൻ വഴിയാണ്. അടുത്തത്, KR നാരായണൻ്റെ ഭാര്യ ഉഷാ നാരായണന് ഇന്ത്യൻ പൗരത്വം ലഭിച്ചതും രജിസ്ട്രേഷൻ വഴിയാണ്. ഉഷാ നാരായണൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മ്യാൻമർ സ്വദേശിയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ, കറക്റ്റായിട്ട് ഉറപ്പില്ല കേട്ടോ. അപ്പോൾ രജിസ്ട്രേഷൻ മുഖാന്തരം സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത് രജിസ്ട്രേഷൻ വഴിയാണ്. KR നാരായണൻ്റെ ഭാര്യ ഉഷാ നാരായണന് പൗരത്വം ലഭിച്ചത് രജിസ്ട്രേഷൻ വഴിയാണ്. ഉഷാ നാരായണൻ എവിടുത്തുകാരിയെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അടുത്ത പോയിന്റ്, ചിരകാലവാസം മുഖേനയാണ്, ബൈ നാച്ചുറലൈസേഷൻ. വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധി എന്നറിയപ്പെടുന്ന ലാറി ബേക്കറാണ്. 1989 ഇന്ത്യൻ പൗരത്വം നേടിയത് ചിരകാലവാസം മുഖേനയാണ്. വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ലാറി ബേക്കറാണ്. അവർക്ക് എങ്ങനെയാണ് പൗരത്വം കിട്ടിയത്? 1989 ഇന്ത്യൻ പൗരത്വം നേടിയത് ചിരകാലവാസം മുഖേനയാണ്, ബൈ നാച്ചുറലൈസേഷൻ മുഖേനയാണ് ലാറി ബേക്കറിന് 1989 ഇന്ത്യൻ പൗരത്വം നേടിയത്. അടുത്തത്, അഗതികളുടെ അമ്മ
എന്നറിയപ്പെടുന്നത് ആരാണ്? മദർ തെരേസ. മദർ തെരേസയ്ക്ക് 1951 ഇന്ത്യൻ പൗരത്വം നേടിയത് ചിരകാലവാസം മുഖേനയാണ്. അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ 1951 ഇന്ത്യൻ പൗരത്വം നേടിയത് എങ്ങനെയാണ്? ചിരകാലവാസം മുഖേനയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ എങ്ങനെ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു. 1 ജന്മസിദ്ധമായ പൗരത്വം, അതെന്താ? ബൈ ബർത്ത്. 2 പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, ബൈ ഡിസെൻറ്റ്. 3 രജിസ്ട്രേഷൻ വഴി മുഖാന്തരം, ബൈ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ മുഖാന്തരം എങ്ങനെയാണ്? ഇന്ത്യൻ പൗരന്മാർ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് രജിസ്ട്രേഷൻ വഴിയാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത്. നമ്മുടെ സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് എങ്ങനെയാണ്? രജിസ്ട്രേഷൻ വഴിയാണ്. പിന്നെ KR നാരായണൻ്റെ ഭാര്യ ഉഷാ നാരായണൻ രജിസ്ട്രേഷൻ വഴിയാണ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത്. അടുത്തത് ചിരകാലവാസം മുഖേന, ബൈ നാച്ചുറലൈസേഷൻ. നമ്മുടെ വാസ്തുവിദ്യ മേഖലയിലെ ഗാന്ധി എന്നറിയപ്പെടുന്ന ലാറി ബേക്കറിന് എങ്ങനെയാണ് 1989 ഇന്ത്യൻ പൗരത്വം നേടിയത്? ചിരകാലവാസം മുഖേനയാണ്. അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ 1951 ഇന്ത്യൻ പൗരത്വം നേടിയതും ചിരകാലവാസം മുഖേനയാണ്. അടുത്തത് പ്രാദേശിക സംയോജനം മൂലം, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് എത്ര രീതിയിൽ ഒരു ഇന്ത്യൻ പൗരന് പൗരത്വം നഷ്ടപ്പെടുന്നു? 3 രീതിയിൽ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു പൗരന് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നു. എങ്ങനെയൊക്കെയാണ്? 1 പരിത്യാഗം, റിനൗൺസിയേഷൻ. 2 നിർത്തലാക്കൽ ചെയ്യുക മൂലം, ടെർമിനേഷൻ മുഖേന. അടുത്തത് പൗരത്വ അപഹരണം, ഡിപ്രീവിയേഷൻ മുഖേനയൊക്കെയാണ് ഇന്ത്യൻ പൗരത്വം ഒരു പൗരന് നഷ്ടപ്പെടുന്നത്. അടുത്ത പോയിന്റ്, പൗരത്വ ഭേദഗതി നിയമം 2019. എന്താണ് പൗരത്വ ഭേദഗതി നിയമം 2019? 2014 ഡിസംബർ 31 മുൻപ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു, സിഖ്, ബുദ്ധ, ചൈന, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം അനുവദിക്കുന്ന നിയമമാണ് 2019 പൗരത്വ ഭേദഗതി നിയമം. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. പൗരത്വ ഭേദഗതി നിയമം 2019 എന്താ പറയുന്നത്? 2014 ഡിസംബർ 31 മുൻപ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം അനുവദിക്കുന്ന നിയമമാണ് 2019 പൗരത്വ ഭേദഗതി നിയമം. അപ്പോൾ പൗരത്വ ഭേദഗതി ബില്ല് പാസ്സാക്കിയത് എന്നാ? 2019 ഡിസംബർ 9 പൗരത്വ ഭേദഗതി ബില്ല് പാസ്സാക്കിയത്. അടുത്ത പോയിന്റ്, ബില്ല് ലോക്സഭ പാസ്സാക്കിയതാണ് 2019 ഡിസംബർ 9. രാജ്യസഭ എന്നാ പാസ്സാക്കിയത്? 2019 ഡിസംബർ 11. ലോക്സഭ പാസ്സാക്കിയത് എന്നാണ്? 2019 ഡിസംബർ 9. രാജ്യസഭ പാസ്സാക്കിയത് 2019 ഡിസംബർ 11. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12. പ്രാബല്യത്തിൽ വന്നതെന്നാ? 2010 ജനുവരി 20. പൗരത്വ ഭേദഗതി നിയമം 2019 പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് എത്ര രീതിയിൽ ഒരു ഇന്ത്യൻ പൗരന് പൗരത്വം നഷ്ടപ്പെടുന്നു? 3 രീതിയിൽ നഷ്ടപ്പെടും. ഒന്നെങ്ങനെയാ? പരിത്യാഗം മുഖേന, റിനൗൺസിയേഷൻ. 2 നിർത്തലാക്കൽ ചെയ്യുക മൂലം, അതായത് ടെർമിനേഷൻ. 3 പൗരത്വ അപഹരണം, ഡിപ്രീവിയേഷൻ. പരിത്യാഗം, നിർത്തലാക്കൽ ചെയ്യുക മൂലം, പിന്നെ പൗരത്വ അപഹരണ മുഖേനയൊക്കെ എന്താണ്? ഇന്ത്യൻ പൗരന് പൗരത്വം നഷ്ടപ്പെടുന്നു. 3 രീതിയിൽ. പൗരത്വം നേടുന്നത് 5 രീതിയിലാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത പോയിന്റ്, പൗരത്വ ഭേദഗതി നിയമം 2019. ശ്രദ്ധിക്കുക, 2014 ഡിസംബർ 31 മുൻപ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം അനുവദിക്കുന്ന നിയമമാണ് 2019 പൗരത്വ ഭേദഗതി നിയമം. അടുത്ത പോയിന്റ്, പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭ എന്നാ പാസ്സാക്കിയത്? 2019 ഡിസംബർ 9. 2019 ഡിസംബർ 9 ലോക്സഭ പാസ്സാക്കിയത്. അടുത്ത പോയിന്റ്, രാജ്യസഭ എന്നാ പാസ്സാക്കിയത്? 2019 ഡിസംബർ 11. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12. അപ്പോൾ ലോക്സഭ പാസ്സാക്കിയത് 2019 ഡിസംബർ 9. അത് 2 ദിവസം കഴിഞ്ഞിട്ട് രാജ്യസഭ പാസ്സാക്കി ഡിസംബർ 11. പ്രസിഡന്റ് 1 ദിവസം കഴിഞ്ഞിട്ട് ഒപ്പുവെച്ചു ഡിസംബർ 12. പക്ഷേ ഇത് നിയമം നിലവിൽ വന്നത് അടുത്ത കൊല്ലം 2020 ജനുവരി 10. അടുത്ത പോയിന്റ്,
പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. രണ്ടാമത് പ്രമേയം പാസാക്കിയത് പഞ്ചാബാണ്. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് ആദ്യം നിയമം പാസ്സാക്കിയത് ഗോവയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. രണ്ടാമത് പഞ്ചാബാണ്. അടുത്ത പോയിന്റ്, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരിയാണ്. അടുത്ത പോയിന്റ്, പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനായി അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനായി അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. അടുത്ത പോയിന്റ്, ജനസംഖ്യാ രജിസ്റ്റർ എന്നിവയ്ക്കെതിരെ ഒരുമിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ജനസംഖ്യാ രജിസ്റ്റർ എന്നിവയ്ക്കെതിരെ ഒരുമിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത്, രാജസ്ഥാൻ. അടുത്ത പോയിന്റ്, ഇന്ത്യൻ പൗരത്വ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ ഏതൊക്കെയാണ്? 1986, 1992, 2003, 2005, 2015, 2019 ഇന്ത്യൻ പൗരത്വ നിയമം ഭേദഗതി ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഇത്, ഗോവ. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഗോവ. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. രണ്ടാമത്തേതാണ് ഇത്, പഞ്ചാബ്. അപ്പോൾ അനുകൂലിച്ച് പ്രമേയം പാസ്സാക്കിയത് ഗോവ, എതിരെ പ്രമേയം പാസ്സാക്കിയത് ആദ്യം കേരളവും രണ്ടാമത് പഞ്ചാബുമാണ്. അടുത്ത പോയിന്റ്, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. അടുത്ത പോയിന്റ്, പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനായി അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. അടുത്ത പോയിന്റ്, പൗരത്വ ഭേദഗതി, പൗരത്വ രജിസ്റ്റർ, പിന്നെ ജനസംഖ്യാ രജിസ്റ്റർ, പൗരത്വ ഭേദഗതി, പൗരത്വ രജിസ്റ്റർ, പിന്നെന്താണ്, ജനസംഖ്യാ രജിസ്റ്റർ എന്നിവയ്ക്കെതിരെ ഒരുമിച്ച് പ്രമേയം പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. എന്തിനൊക്കെയാണ്? പൗരത്വ ഭേദഗതി, പൗരത്വ രജിസ്റ്റർ, പിന്നെ ജനസംഖ്യാ രജിസ്റ്റർ, പൗരത്വ രജിസ്റ്റർ, പൗരത്വ ഭേദഗതി എന്നിവയ്ക്കെതിരെ ഒരുമിച്ച് നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഏത്? രാജസ്ഥാൻ. ഇന്ത്യൻ പൗരത്വ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ ഏതൊക്കെയാണ്? 1986, 1992, 2003, 2005, 2015, 2019. 86, 92, 2003, 2005, 2015, 2019 ഇന്ത്യൻ പൗരത്വ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നമ്മളെ ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. എല്ലാവർക്കും താങ്ക് യു.